നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മണാലിയിൽ എത്തിയിട്ട് ഡേ 3 മൂന്നാമത്തെ ദിവസം അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ താഴെ കാണുന്ന ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ബിക്കോസ് നാളെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം ഇന്ന് ചുമ്മാ ഇല്ല നടന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോരും. അത് കഴിഞ്ഞ് നാളെ ആയിരിക്കും മെയിനായിട്ട് സോളങ് വാലി പോകുന്നത്. അതുകൊണ്ട് എന്നാൽ വലിയ പരിപാടികളൊന്നും കാര്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ജോഗിനി വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ മമ്മിക്ക് കയറാൻ പറ്റില്ല. റോത്തങ് പാസ് ക്ലോസ്ഡ് ആണ്. പിന്നെയുള്ളത് ഹട്ടൽ ടണലൊക്കെയാണ്. അപ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ സോളങ് വാലി ഹട്ടൽ ടണൽ അങ്ങനെ പോകാമെന്ന് വെച്ചു. ഹട്ടൽ ടണലിലേക്ക് 4x4 മാത്രമേ പോവുള്ളൂ. സോളങ് വാലിയുടെ ഒരു 4 കിലോമീറ്റർ ഇപ്പുറം വരെ മാത്രമേ കാറ് പോകത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. അറിയില്ല, നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ. ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്പോട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ സ്കൂളുണ്ട്. ഇതാണ് ഇവിടുത്തെ മണാലിയിലെ സ്കൂള്, പിള്ളേർ പഠിക്കുന്ന സ്കൂള്. നമ്മൾ ഇപ്പോൾ തൽക്കാലം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേക്കാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വാശിഷ് ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം കിട്ടുന്ന അമ്പലമില്ല, ചൂടുവെള്ളം വരുന്ന അമ്പലം, ആ അമ്പലം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ചാൻസസ് കുറവാണ്. ഇന്നലെ തന്നെ മമ്മി നടന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വൻവിഹാർ ഉണ്ട്. മേ ബി ഇപ്പോൾ വൻവിഹാറിൽ പോയി നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വൻവിഹാറിൽ പോകും. വൻവിഹാറിൽ പോയിട്ട് അവിടെ തന്നെ ഒരു ടിബറ്റൻ ടെമ്പിൾ അവിടെ ഭാഗത്തും കണ്ട് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് കുറച്ച് കറങ്ങി തിരിച്ചിങ്ങ് വരാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വരും. അവൾ വന്നതിന് ശേഷം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ റൂമിൽ തന്നെ ഇന്നത്തെ ദിവസം. പിന്നെ നാളെ ഫുള്ള് ഇറങ്ങി ഓരോ സ്ഥലങ്ങൾ കണ്ട് പിന്നെ വൈകിട്ട് തിരിച്ചു പോകും അല്ലേ. വൈകിട്ട് തിരിച്ച് ഡൽഹിക്ക് പോകും. ഇതാണ് നമ്മളുടെ ആക്ച്വൽ പ്ലാൻ ഇപ്പോഴത്തെ. സോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. ബാക്കി വിവരങ്ങൾ പിന്നെ കാണാം. ഓക്കെ. ആപ്പിൾ മരങ്ങളൊക്കെ ഇപ്പം സീനായിട്ടിരിക്കുക, ഇല്ലാണ്ടായിട്ടിരിക്കുക. മമ്മി ഇന്നും ബിവെയർ ഓഫ് ഡോഗ്. അവിടെ ഒരു പട്ടി ഉണ്ട്, അത്ര വാർണിംഗ് ഒക്കെ എഴുതി വെച്ചേക്കണം. ഇന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടല്ലേ, തണുത്ത കാറ്റ് വീശുന്നു. ഇന്ന് ആക്ച്വലി ഇവിടെ സ്നോഫോൾ പ്രഡിക്ഷൻ ഉണ്ട്. രാത്രിയിലെങ്ങാറ്റം മേ ബി, അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. നമ്മൾ വീണ്ടും നടന്ന് നമ്മുടെ ആ ഒരു ഏരിയയിൽ അവിടെ എത്തി. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കടയിൽ നിന്ന് ഫുഡ് വന്നിട്ടുണ്ട്. ഞാനൊരു ബ്ലാക്ക് ടീ, പിന്നെ മമ്മി പൂരി ബാജി, ഞാൻ ആലു പൊറോട്ട. ഞങ്ങൾ കഴിക്കാൻ പോവാം നല്ല ചൂടോടെ. മമ്മി ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പിനകത്തൊക്കെയാണ് തന്നേക്കണേ. കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളവിടുത്തെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഇതിലെ ചുമ്മാ നടക്കുക താഴോട്ട്. അവിടെ ഒരു എന്തെങ്കിലും കാണാനുണ്ടാവും നോക്കട്ടെ, പോയിട്ട് നടന്നു പോയിട്ട്. വെയിൽ ചെറുതായിട്ട് വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. എൻ്റെ കണ്ണിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചെറിയൊരു മിസ്സിങ് കണ്ണിന്. അല്ല, പകലിങ്ങനെ കിടന്നുറങ്ങും. ദേ വേറൊരുത്തൻ കിടന്നുറങ്ങണം. ഇതൊരു പട്ടികളാണെന്നറിയോ. ഇതാണ് വൻവിഹാർ. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ഇതുണ്ടോ ഒരുത്തൻ കിടന്നുറങ്ങണേ. അയ്യേ, അറിയണ പോലും ഇല്ല അമ്മേ. ഞങ്ങൾ മാൾ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡേ ടൈമിൽ മാൾ റോഡ് കാണിച്ചു തരാം കേട്ടോ. ഇത് ക്ലോസ് അല്ല, ഓപ്പണാ. 10 രൂപ എങ്ങാണ്ട് അതിനകത്ത് എൻട്രി ഫീ വരുന്നത്. വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെന്റർ മണാലി. ഇവിടെ നമുക്ക് ഇതിലുള്ളിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ല. അവിടെ ഒരു ഇൻഫർമേഷൻ പൊക്കോ. നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. നമ്മളിപ്പോൾ വൻവിഹാറിലേക്ക് പോവാന്ന് വിചാരിച്ചു. വൻവിഹാർ, പിന്നെ മമ്മി അത് നോക്ക, അതാണ് ഇതുണ്ടോ ജോഗിനി വാട്ടർഫോൾസ് കണ്ടോ അത്. ഇപ്പം മാൽ റോഡ് ഭാഗത്ത് മാർക്കറ്റ് ഏരിയ, സ്പൈസസ് ഒക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഫുൾ വണ്ടി റെന്റിന് കൊടുക്കുന്ന സ്ഥലവും മൊമോസ് പോയിന്റ് അത് ഇത് എല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ കാണുന്നതാണ് മാൽ റോഡ്.
ഇവിടെ ഫുൾ ഷോപ്സ് ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ്, കഫേസ് എല്ലാം. ഇത് നല്ല തിരക്കാണ്. ഞാൻ എൻ്റെ ജാക്കറ്റ് പതുക്കെ അങ്ങ് ഊരി. ഉള്ളിൽ തേർമൽസ് ഉള്ളത്, ഇതെന്താ പോക്കറ്റിൽ ടിഷ്യൂ പേപ്പർ. ഉള്ളിൽ തേർമൽസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കണോ? പോയി വരുമ്പോ ഇരിക്കാം അല്ലേ? ഓക്കെ. നിറച്ചും ആൾക്കാരുണ്ട്. ഫുള്ള് ഇതുണ്ടോ, നമ്മുടെ മാൾ റോഡാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ താഴോട്ട് ചെല്ലുമ്പോഴാണ് വൻവിഹാർ എത്തുന്നത്. അപ്പം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇതാണ് മാൾ റോഡ്. ഡേ ടൈമിൽ ഇങ്ങനെയാണ് മാൾ റോഡ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഫുൾ ക്രൗഡഡ് ആണ്. ഇപ്പം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്ക് നല്ല ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഫുൾ എനിക്ക് തോന്നുന്നു ടാക്സിയുടെയും ആൾക്കാരൊക്കെയാണ്. നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മഞ്ഞും കൊണ്ടിപ്പുണ്ട്. എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചേക്കണ കേക്കൊക്കെ. പാലോ അവളുടെ കൈ തൂക്കി പിടിച്ചേക്കണം. നോക്കിയമ്മേ, കുടിക്കാൻ. ഇവിടുത്തെ HRTC ബസ് സ്റ്റാൻഡ്, അതായത് നമ്മളുടെ നാട്ടിലേക്ക് HRTC എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ HRTC ഹിമാലയൻ ബസ് സ്റ്റാൻഡ്. എല്ലാവരും തണുപ്പത്ത്. ഞാനപ്പോൾ ജാക്കറ്റ് ഒന്ന് ഊരിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫുൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. വെയിലൊന്നും വരുന്നില്ല. വെയിൽ വരുന്നതിന് മുന്നേ എല്ലാവരും ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. നമ്മളും കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് ഇങ്ങനെ നടന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് വൻവിഹാറും കണ്ട് ടിബറ്റൻ ടെമ്പിളും കണ്ടിട്ട് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ലോക്കൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചൊന്ന്. നാളെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അതിന് മുന്നേ ആയിട്ട് സലങ് വാലി പോവും. അതാണ് പ്ലാനിങ് ഇന്നത്തെ. പക്ഷെ ഇന്നലെ അല്ല, അന്ന് അവിടെ കൂടത്തി അല്ല, അപ്പുറത്തൂടെ. അതൊക്കെ മുകളിലാണ്. ഇതിപ്പോൾ കഴിഞ്ഞ് താഴേക്ക് പോരുക. ഇവിടെയൊക്കെ റോഡ് കുത്തി പൊളിച്ചിട്ടേക്കുക. പണി നടക്കുന്നുണ്ട്. ഇതാണ് വൻവിഹാർ. ഇതാ ഞാൻ നേരത്തെ ഒരു സ്ഥലം കാണിച്ച വൻവിഹാർ എന്ന് പറഞ്ഞില്ല, അത് വേറെ എന്തോ സ്ഥലമായിരുന്നു. ഇതാണ് വൻവിഹാർ. വൈറ്റ് കളർ പൂവ് നല്ല രസമുണ്ടല്ലേ. ആരെ വിളിച്ചു പോണേ? ആരമ്മ വിളിച്ച? കണ്ടില്ല. ഇത് നല്ലൊരു പൂവുണ്ടോ, നല്ല രസമില്ല ഇത് കാണാൻ. ഭംഗിയില്ലേ മമ്മി? ഇന്നലെ ഈ പൂവാണ് മമ്മി മണത്തത്. അവിടെ ഇതിന്റെ വെള്ള കളർ അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ടിബറ്റൻ മാർക്കറ്റ്, അതാ ടിബറ്റൻ മാർക്കറ്റ്. വൻവിഹാർ ഗേറ്റ് നമ്പർ 1, വൈൽഡ് ലൈഫ് ഡിവിഷൻ. അഡൽട്ടിന് 50 രൂപയും ചിൽഡ്രൻസിന് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്തു. അകത്തോട്ട് കയറിയോ? ടിക്കറ്റ് എവിടെയും കൊണ്ട് കൊടുക്കണ്ട. ഇതിനകത്ത് വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കും അങ്ങനെയൊക്കെ. ജംഗിൾ സഫാരി, ഇതേ വെഹിക്കിള്, സൈക്കിളും മറ്റേതൊക്കെ ഉണ്ട് ഇവിടെ. അത് കൊടുക്കേണ്ടി വരില്ല, പോക്കറ്റിലിട്ടോ തൽക്കാലം. നോ നോ ഇവിടെ ഉണ്ട് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനും. കുറേ പേർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. സ്നോഫോൾ വരുന്ന സമയത്ത് വരുമായിരിക്കും. ചിൽഡ്രൻസ് പാർക്കാണ് ആക്ച്വലി ഇത്. കണ്ടോ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ചുമ്മാ ഇരിക്കുക കണ്ടുകൊണ്ടൊക്കെ അല്ലേ. ഒന്നും കാണാനൊന്നുമില്ല ഇവിടെ. ചിൽഡ്രൻസ് പാർക്ക് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. 50 രൂപ കൊടുത്തു, 100 രൂപ കൊടുത്ത് രണ്ടുപേരും കൂടെ കയറി. എന്തൊക്കെയോ ഇതാ കോഴിയൊക്കെ ഉണ്ടെന്ന്. ഇത് നമ്മുടെ നാട്ടിലത്തെ പൂവൻ കോഴി. അവർ വലിയ കാര്യമായിട്ട് എഴുതി വെച്ചേക്കണം. ഹിമാലയൻ എഴുതി വെച്ചേക്കുന്നുണ്ട്, അറിയത്തില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിവിടെയാണ് ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നത്. ഡ്രസ്സ് ചെയ്യുന്നത് ആ താഴെയാണ്. ബോട്ടിംഗ് ഉള്ളു. ബോട്ടിംഗ് ക്ലോസ് ചെയ്തോ? ഉണ്ടോ? അതാ
പോയാലോ നമുക്ക് അതിനകത്ത് കയറിയിട്ട്? അതെന്നാ അമ്മയെ ചുമ്മാ ചവിട്ടിട്ട് പോവാ. ഒരാള് ചവിട്ടിയാ മതി. ഞാൻ ചവിട്ടിക്കോളാം, ഒരാള് ചവിട്ടിയാ മതി. അത് അങ്ങനെ വെറുതെ ബോട്ടിങ് വേണ്ടെന്ന് ആ ചെറിയ മമ്മിക്ക് ഇഷ്ടമല്ല. മമ്മിക്ക് കാല് വേദന എടുക്കും ചവിട്ടി കഴിഞ്ഞിട്ട്. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ നോക്കട്ടെ എന്ന്. ചെറിയൊരു കുളമാട്ടോ, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കയറിയതല്ല, 50 രൂപ കൊടുത്ത് അകത്ത് കയറിയതാ. വെറുതെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. 50 രൂപ അകത്ത് കൊടുത്താൽ അവിടെ പോയിട്ട് 50 രൂപ പിന്നെയും കൊടുക്കേണ്ടി വരും. അതെ. ഈ മണാലി പോകുമ്പോൾ വൻവിഹാർ കാണാൻ പോകണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം 50 രൂപ കൊടുത്ത് വെറുതെ കയറിയിട്ട് ഈ പാർക്ക് കാണുന്നതാണ്. അത് നമുക്ക് നഷ്ടമാണ്. പിന്നെ ഈ ബോട്ടിങ്ങിന് ഒരു 50 രൂപ വേറെയും. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, നമ്മുടെ പൈസ 100 രൂപ പോയില്ലേ. അതുകൊണ്ട് തന്നെ അപ്പോൾ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇനി നിങ്ങൾ പോകരുത്. വന്ന് വീഡിയോ എടുക്കണേ, താഴെ വീഴുമോന്ന് പേടി. അതുകൊണ്ട് ചിലപ്പോൾ തലയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരികയല്ലോ. സ്റ്റെപ്പാ എന്റെ തല ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ കാലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വന്നിരുന്നു. വൃത്തികെട്ട വെള്ളത്തികൂടെയാണ് കേട്ടോ ബോട്ടിങ് ചെയ്യേണ്ടത്. നോക്കട്ടെ വല്ലതും നടക്കുമോന്ന്. താല്പര്യമില്ലാന്ന്. മമ്മിക്ക് കാല് വേദന എടുക്കും, ചവിട്ടാൻ പറ്റില്ലാന്നോ എന്നൊക്കെയാണ്. മമ്മിക്ക് കേറാൻ പേടി. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ബാലൻസ് കിട്ടുമെന്ന് അറിയത്തില്ല, ഇത് എത്ര ആഴം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഞാൻ നിലത്ത്. അന്നേരം ഞാൻ ചാടും. അന്നേരം ഈ തണുത്ത വെള്ളത്തിലാ. തണുത്ത വെള്ളം ഐസ് വെള്ളമാ. പറഞ്ഞിട്ട് പോയിട്ട് അപ്പുറം അവിടെ ആൾക്കാരുണ്ട്, അവരെ പോയി ഇടിക്കുമെന്ന് പേടിയാണ്. നോക്കട്ടെ. സ്റ്റിയറിങ് മാറ്റേ. അയ്യോ ഇത് റിവേഴ്സ് പോയിരുന്നു. ഇപ്പൊ ഇടിച്ചു നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇത് റിവേഴ്സ്, ഇത് സൈക്കിളിൽ ഓട്ടുന്ന പോലെയാണ് സംഭവം. ബാക്ക് വരുന്ന നോക്കിയേ. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, അത്ത പോയിട്ട് ഇടിച്ചേക്കല്ലേ. ഇപ്പൊ ഇത് ഇങ്ങോട്ട് തിരിച്ചേ ഈ സൈഡിലേക്ക് തിരിക്കാൻ പറ്റും. എടി അതിന്റെ പുറവശത്ത് തുഴയുന്ന സാധനമൊക്കെ ഉണ്ടടി. ഇവിടെ പുറയിലുണ്ട്. നീ തിരിക്കുന്നതിനനുസരിച്ച് അത് തുഴയുന്നുണ്ട്. ഇതിൽ കയറിയിട്ട് ഒരാൾക്ക് മാത്രമായിട്ടും പോവായിരുന്നു കേട്ടോ. 50 രൂപ കൊടുത്താൽ മതി. വലിയ സുഖമൊന്നുമില്ല. ചവിട്ടി എൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുത്തു. ഞാൻ ചെന്നപ്പോൾ ആകെ ഒരു ഫാമിലി മാത്രം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ചവിട്ടുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ കയറാൻ നേരം ആയപ്പോഴത്തേക്ക് തകിനും മുകിനും ഒക്കെ ഇതായിട്ടുണ്ട് കേട്ടോ, ഈ പെഡൽ ബോട്ട് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഞാൻ ഏത് സൈഡിൽ കിടക്കണം, അവിടെ ഇവിടെയൊക്കെ തട്ടിയും കുത്തിയൊക്കെ നിൽക്കുകയാണ്. രസമാണോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു, ഭയങ്കര വൈബ്. ചവിട്ടി ഭയങ്കര ആവേശത്തിലൊക്കെ ചവിട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. കാരണം ഇത് നമ്മളിങ്ങനെ ആവേശത്തിൽ ചവിട്ടില്ല, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ കുറേ നേരം ചവിട്ടി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചവിട്ടിയാൽ മതിയായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടുന്നതുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ എന്തായാലും കയറിയതല്ലേ, 50 രൂപ കൊടുത്തു. വേറൊന്നും കാണാനും ഇല്ല, ഒരു ചെറിയ പാർക്ക്, ചുമ്മാ വന്നിരിക്കാൻ, വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് വെറുതെ കയറിയതല്ലെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതായത്. ഇതിനും 50 രൂപ കൊടുത്ത് വെറുതെ ചെയ്തു. നല്ല എക്സസൈസ്. അതാ പറഞ്ഞ കാല് വേദന എടുക്കും, തൊട വേദന എടുക്കും. നീ അങ്ങ് നോക്കൂ. വേണ്ട. ഫോണില്ലല്ലോ. എന്റെ കാല് വിട്ടു. സൈക്കിളിൽ വിട്ടുന്ന പോലെ അന്നേ സൈക്കിളിൽ വിട്ടാൻ അറിഞ്ഞാലേ സൈക്കിൾ. പുറകോട്ടും മുന്നോട്ട് പോയാൽ മതി. എന്നിട്ട് വേണം വെള്ളത്തിൽ പോകാൻ വേണ്ടി. കയ്യും കാണിക്കണ മനസ്സിലാവില്ലല്ലോ.
ഇത് അവരെക്കാളും വലിയതാണോ അമ്മേ? അല്ലേ? ഇടിക്കുവോ വണ്ടി? സൂപ്പർ. ആണോ? ഈ സാധനത്തിൽ ഇതിങ്ങനെ ചവിട്ടി ചവിട്ടി ചിലപ്പോൾ ഫോൺ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. മമ്മി അതാ കരയെ നിന്ന് കാഴ്ചകൾ കാണുന്നു. ഇതിനൊരു സാധനം ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് തിരിച്ചാ വണ്ടി ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിച്ചാ അങ്ങോട്ട് പോകും. എൻ്റെ മമ്മിക്ക് പിന്നെ ഇതുപോലത്തെ റൈഡുകളിലൊന്നും കയറുന്ന ഇഷ്ടമല്ല. വണ്ടർല പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ മാത്രം ചാടും. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, ഇപ്പം ഏതെങ്കിലും അമ്പലപ്പറമ്പോ ഉത്സവപ്പറമ്പോ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലും കയറത്തില്ല. എല്ലാം കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, കയറാനൊന്നിലും ഇഷ്ടമല്ല. ഇതുപോലും ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ചവിട്ടേണ്ടത് കൊണ്ടാണ്. കാരണം ആൾക്ക് അസുഖം ഉണ്ടല്ലോ, വാദത്തിൻ്റെയൊക്കെ അസുഖം ഉള്ളതുകൊണ്ട് കാലിനൊക്കെ വേദനയാണ്. അതുകൊണ്ട് ഇങ്ങനെ പുറത്തിങ്ങനെ ഇരുന്ന് കാണും. പിന്നെ തണുപ്പുള്ളത് കൊണ്ട് ഇങ്ങനെ കൂടുതൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഇപ്പം പകുതി ആയപ്പോഴത്തേക്കും മടുത്തു. കാരണം ആദ്യം കയറിയവരൊക്കെ കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് അവർ കയറ്റുന്നുണ്ട്. എനിക്ക് മാത്രം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ മടുത്തിട്ട് അവരെന്നോട് കയറി വാ മതി, നിർത്താൻ ടൈം ഔട്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബാക്കി എല്ലാവരും കയറ്റുന്നുണ്ട്. ഇപ്പം കുറേ പേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇതാ ഫോട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മമ്മി പുറത്തിരുന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്ത് തന്നുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ കയറി എന്നിട്ട് എനിക്ക് മതിയായിട്ട് ഞാൻ തന്നെ തിരിച്ച് കയറി. കാരണം എനിക്ക് വയ്യായിരുന്നു, എൻ്റെ കാല് വേദനെടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞു മതി ഇന്നത്തേക്കുള്ളതായെന്നും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോകുന്ന കയറി. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അരയന്നം പോലത്തെ സാധനമുണ്ട്, വേറെ എന്തൊക്കെയൊക്കെയോ ഡിസൈനിലൊക്കെ ഉണ്ട്. ഞാനൊരു സാധാ നോർമൽ ഒരു ഗ്രീൻ കളറിലാണ്. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, മമ്മീനെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തട്ടി നിൽക്കുക, ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല, അതങ്ങോട്ട് നീങ്ങുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ മുമ്പികൂടെ ഇങ്ങനെ ഓരോരുത്തർ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങോട്ട് തിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, ഞാൻ റിവേഴ്സ് വരുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു, കുത്തി നിൽക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു കുറേ നേരത്തെ അഭ്യാസം. അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു കാല് വേദന എടുത്തത്. ഇനി ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മേളിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് കാണാൻ പോകണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പം ഇവിടെ നിന്ന് മതിയാക്കിയിട്ട് ഇറങ്ങാൻ പോവാം. എൻ്റെ ഫ്രണ്ട് എത്തി, മണാലിയിൽ എത്തി. അവർ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഏതെങ്കിലും വേറെ സ്ഥലം കൂടെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോകാം, എവിടെയെങ്കിലും പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരാം. നമുക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം. എന്താ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പതുക്കെ ബോട്ടടുപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മതിയായോ? ഞാൻ ഇതിനകത്തൊക്കെ പോയിട്ട് തിരിച്ച് പോന്നു. കുറേ നേരം എൻ്റെ കാലൊക്കെ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അവരെന്നോട് നിർത്താനൊന്നും പറയുന്നില്ല, ഞാൻ ഇറങ്ങി ഇങ്ങോട്ട്. അല്ലേ, സമയമായില്ലായിരുന്നു, എത്ര നേരം വേണേലും ഓടായിരുന്നു, കറങ്ങായിരുന്നു. ഇറങ്ങി. കാല് വേദന എടുക്കാൻ തുടങ്ങി. ഇനി തിരിച്ച് ഇവിടെയൊക്കെ കണ്ടിട്ട് മറ്റേ ടെമ്പിളിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ലെന്നേ, രാവിലെ മിന്നിയും തെളിഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറണ്ട് പോയി. എൻ്റെ ചാർജും കുറവാണ്, 47% അങ്ങനെ എന്തോ ഉള്ളൂ ചാർജ്. അപ്പോൾ ഇനിയും മല കയറാണ്. കാല് പോച്ച് ഗൈസ്. എന്താ അത് പുല്ലല്ലേ? താഴെ ഏതാ അടുത്ത മരത്തിൻ്റെ ഇടയിലാണ് മണ്ണും കല്ലും ഒക്കെ വേരിൻ്റെ ഇടയ്ക്ക് എനിക്ക് കല്ല് വന്ന് നിറഞ്ഞിരിക്കുന്നു അവിടെ. ഈ വനവിഹാരം ഭയങ്കര തണുപ്പ്. ഈ മരമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചു.
നല്ല തണുപ്പുണ്ടല്ലേ അമ്മേ. ഓ ഞാനാണെങ്കിൽ കോട്ട് കിട്ടില്ല, എടുത്തിട്ടില്ല ചത്ത്. ഓ ഇത്രേ ഉള്ളൂ. 50 രൂപ കൊടുത്ത് കാണാനുള്ള സ്ഥലമൊന്നും ഇല്ല അല്ലേ അമ്മേ? ഒന്നുമില്ല ഈ മരം. നമ്മൾ മരമുണ്ട്. ആ പിന്നെ താഴെ പോയിട്ട് 50 രൂപ എടുത്ത് വെറുതെ അതിനകത്തൂടെ. അയ്യോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ചിറങ്ങാൻ പോവാ. ഇപ്പം നല്ല തിരക്ക് പുറത്ത്. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു അതിനകത്തെ. ആ മരത്തിന്റെ ഉള്ളിലൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു. ആ ടിബറ്റൻ മാർക്കറ്റ് ഇവിടെ തന്നെയാണ്. ടിബറ്റൻ ടെമ്പിൾ എന്ന് തോന്നുന്നു, പോയി നോക്കാം. ഇവിടെയാണിത് ബുദ്ധിസ്റ്റ് മോൺസ്ട്രി. ഇവിടെയാണ് അതിനുള്ളില്. എൻട്രി ഇവിടെ അല്ല, അപ്പുറത്താ. ഇതിനകത്താണ് കയറേണ്ടത്. അപ്പുറത്തൂടെ കയറേണ്ടി വരും. അപ്പുറത്തായിരിക്കും ഇതിനുള്ളിൽ കൂടെ. അതിന് അഭിനവി നെയ്യേ, ഞാൻ എന്തൊക്കെയാ പറയണേന്നൊക്കെ. ആജ് നെയ്യ അഭി നെയ്യ അല്ല നെഹി നെഹി എന്നൊക്കെ എന്താ പറയണത് എനിക്ക് പോലും മനസ്സിലാവണില്ല. ഇവിടെ ഫുള്ള് ഇതുപോലെ ജാക്കറ്റുകളൊക്കെ കിട്ടുന്നതാ. നല്ല രസമുള്ള ജാക്കറ്റുകളുണ്ടല്ലോ അമ്മേ. ആ ജാക്കറ്റ് കൊള്ളായിരുന്നു. ആ വോളൻ ജാക്കറ്റ് വെറുതെ നോക്കട്ടെ കേട്ടോ. ഇത് ഭയങ്കര ഇതാ. അല്ല പിന്നെ 100 രൂപയ്ക്കൊക്കെ ജാക്കറ്റ് കിട്ടും കേട്ടോ. 100 രൂപയ്ക്കേ ഉള്ളൂ ഈ വലിച്ചു വാരിയിട്ടൊക്കെ. ചിലപ്പോൾ 10 പേര് ഇട്ടതൊക്കെ ആയിരിക്കും, പറയാൻ പറ്റൂല. ഫുൾ ജാക്കറ്റ്. നമുക്ക് ആ പോകുന്ന വഴിക്ക് നോക്കാം അല്ലേ അമ്മേ? അമ്മേ കാറിൻ്റെ പണ്ടക്കൊക്കെയാണ് ജാക്കറ്റ് കൊണ്ടിട്ടേക്കുന്നത്. ഇത് 6 കാറാണോ എന്തോ. ഫുള്ള് ഇവിടെ ബാഗിൻ്റെ ഷോപ്പൊക്കെയാണ് കേട്ടോ. അമ്പലത്തിനകത്തെ ചെരുപ്പ് ഊരേണ്ട ആവശ്യമുള്ളൂ അമ്മേ, പുറത്ത് ചെരുപ്പ് ഊടണ്ട. ഡ്രീം ക്യാച്ചറൊക്കെ കിടക്കുന്നുണ്ടോ, ബാഗുകള്. പുറത്തുനിന്നേ പറ്റുള്ളായിരിക്കും. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ. വേണോ ഫോട്ടോ എടുക്കണോ? ആ വേണമെങ്കിൽ എടുത്തോ. ഇവിടെ അങ്ങനെ റാബിറ്റ് ഇത് അവിടെ അങ്ങനെ. കിത്തന രൂപ ദീദി? 30 എടുക്കണോ? 30 കുറച്ച് പറഞ്ഞാലോ. 30 का दोनों के? नहीं 30 दोनों की. ओके ठीक है, പിടിച്ചോ. ഇത് ഇവിടുത്തെ റാബിറ്റ് ആണ്. ഇവിടെ ഇങ്ങനെ 30 രൂപ 50 രൂപ കൊടുത്തിട്ട് നമുക്ക് എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന റാബിറ്റ് ആണ്. നോക്ക്, ചാടാൻ നോക്കിയതാ പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ചെവിയൊക്കെ നോക്കിയേ, നല്ല രസമില്ലേ? മുഖം നോക്കിയേ. ചിണ്ടു 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 ഹേ ചിണ്ടു, ഹേ ചിണ്ടു. अच्छा क्या क्या खाना कैरेट है? कैरेट क्या കഴിക്കണേന്ന്? അതെ മറ്റേ പോലെ ഒരു വീഡിയോ എടുക്ക. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അവിടെ ഒരു ബുദ്ധന്റെ പ്രതിമയുണ്ട്, അലൗഡ് ആണ്. 20 രൂപ കൊടുക്കണം. പിന്നെ നമ്മളെടുത്തില്ല. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ
ആക്കി പോകണം. എല്ലാവരും ആക്കുന്ന കണ്ടിട്ടാട്ടോ മമ്മി ആക്കുന്നത്, അല്ലാണ്ട് അറിയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ ജപങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ഇത് എത്ര സമയം ഇങ്ങനെ കറങ്ങുന്നോ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്, മമ്മിയെ പറഞ്ഞത്. 2 മണിയായി. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ടിബറ്റൻ ടെമ്പിളൊന്നും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും മെഡിറ്റേഷൻ ഹാളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു ഒരു എന്തോ ഒരു സാധനമുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കാറ്റ് തുടങ്ങിയല്ലോ, നല്ല കാറ്റ്. ഇതാണ് ടെമ്പിള്. ഒരു പൊടിക്കാറ്റ്. സോ അപ്പം നമ്മളിനി എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പോൾ അവിടെ എന്തോ ഒരു ടിബറ്റൻ സാധനം കഴിക്കാനുള്ള എന്തൊരു സാധനം കണ്ടു. ചിലപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കൂ, ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അമ്പലം. ഇതുപോലത്തെ ജാക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ നടന്ന് ബാക്ക് സൈഡിൽ കൂടെ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ റൂമിൻ്റെ അവിടെ എത്താനോ. ഞാൻ വൈകുന്നേരം പുറത്ത് പോകണമെന്ന് വിചാരിക്കണ്ടേ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് വരുന്നത്. അതിന് പിന്നെ ഫോൺ ഇച്ചിരി ചാർജ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. 18% അപ്പം ഇവിടെയൊക്കെ റെൻറ്റ് ആ മല നോക്കിയാമ്മി. ആ ഇരിക്കണോ കുറച്ചു നേരം? ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ശരിക്കും ടയേർഡായി. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇപ്പം എത്തുമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവൾ വന്നതിന് ശേഷം പുറത്ത് പോയി കേട്ടോ. മാൾ റോഡിലൊക്കെ പോയി ചായ കുടിക്കാനൊക്കെ പോയി. പക്ഷേ ഞങ്ങളൊരു വില്ലേജിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയിരുന്നു, കാരണം ഇരുട്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.